ഹലോ ഹായ്, ഇനി നമ്മൾ നല്ല ബിരിഞ്ചി ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്ന. മലബാറിലെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുക്കറിലേക്ക് 3 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 സവാളയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. 2 സവാള ഇട്ടതിന് ശേഷം 3 തക്കാളി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിന് ശേഷം നമ്മളിത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ നെയ്യിൻ്റെ. അതിന് ശേഷം മല്ലിച്ചപ്പ്, പുതിന, ആ ഇലകളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു കൈപ്പിടി മതിയെ. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവർ എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ചെറുകിയത്, അതായത് 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിന് എടുത്തത്. ആ കപ്പ് തേങ്ങയിലേക്ക് മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കേണ്ടത് ഗരം മസാലയാണ് കേട്ടോ. അത് എന്തായാലും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. അതാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഈ തേങ്ങ കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുത്തിട്ട് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം പാർന്ന് കൊടുക്കുക. അതിലേക്ക് നിങ്ങളെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരു 2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ, ഇതാണ് കളറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആട്ടോ. അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. 2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് അരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കർ അടച്ചതിന് ശേഷം ഞാനിത് തുറക്കാൻ പോവാണ്. 6 വിസിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 6 വിസിലിന് ശേഷമാണ് ഞാൻ കുക്കർ തുറക്കാൻ പോകുന്നത്. തുറന്നപ്പോൾ നല്ല അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും നല്ല ചൂടോടെ. ഈ ആവിയും പുകയൊക്കെ പോകുന്ന കണ്ടില്ലേ അല്ലേ. അപ്പോൾ അടിപൊളി ചോറാണ് കേട്ടോ. കഴിക്കാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കണം. വേഗം കഴിയുന്ന പരിപാടിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവർക്ക് സെർവ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. ഇതിൻ്റെ കൂടെ ബീഫ് കറി ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ചട്ടകോ സ്പൂണോ നിങ്ങളെ ഇഷ്ടം പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.